ഹലോ ഗൈസ്, വെൽക്കം ടു വക്കോട്ടീസ് ചാനൽ ഇൻ കൊളാബ് വിത്ത് ചിറ്റ് ചാറ്റ്. സോ ഇന്ന് നമ്മുടെ മൂന്നാമത്തെ എപ്പിസോഡാണ്. കഴിഞ്ഞ രണ്ട് എപ്പിസോഡും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ നല്ല ഫീഡ്ബാക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ടവർക്കും ഫീഡ്ബാക്ക് തന്നവർക്കും ഒരുപാട് നന്ദി. ഇപ്രാവശ്യം ചിറ്റ് ചാറ്റിന്റെ തേർഡ് എപ്പിസോഡാണ്. ഇപ്പൊ നമ്മുടെ അടുത്തുള്ളത് രണ്ട് അടിപൊളി വ്യക്തികളാണ്. ഈ ചാനൽ തുടങ്ങുമ്പോൾ എനിക്ക് ആദ്യമായിട്ട് ഇവരായിട്ടായിരുന്നു പ്ലാൻ, പിന്നെ ചില സാഹചര്യങ്ങൾ കാരണം അത് നടന്നില്ല. അപ്പോ അങ്ങനെ ഒരു രണ്ടാളുടെ കൂടെയാണ് ഇന്റർവ്യൂ എടുക്കാൻ പോകുന്നത്. അപ്പോ ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് മുജീബ് ക ആൻഡ് ടുട്ടു. നമസ്കാരം. ഇന്നെന്റെ കൂടെ അജാസും ഉണ്ട് ചോദ്യം ചോദിക്കാൻ വേണ്ടിയിട്ട്. ബക്കോട്ടീസ് മെയിൻ ആണെന്ന് തോന്നുന്നു. എടാ നിന്നെ കാണാൻ വേണ്ടി കാത്തിരിക്കുന്നു. എവിടെ എന്റെ പ്രൊജക്ട് അല്ലെ ചോദിക്കലേ അവന്റെ അടുത്ത് എത്ര അയ്യോ ബർത്ത്ഡേ എന്റെ മോന്റെ ബർത്ത്ഡേയുടെ വീഡിയോ എവിടെ ആയിട്ട് കിട്ടാ പോസ്റ്റ് പ്രൊഡക്ഷനിലല്ലേ മൊത്തത്തില്. എന്നാലും എല്ലാ ഭാവുകങ്ങളും ബക്കോട്ടീസിന് താങ്ക് യു. അപ്പോ ഫുഡ് ഫൺ ഖാൻ എന്നുള്ളൊരു പേരിലേക്ക് വരാൻ എന്തായിരുന്നു കാരണം? എങ്ങനെയാണ് ആ പേരിലേക്ക് എത്തിയത്? ഇത് നമ്മള് കൊറോണയുടെ മുമ്പും നമ്മളിങ്ങനെ വീഡിയോസ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ അന്നൊക്കെ ജസ്റ്റ് ടിക്ടോക്കില് അത് പിന്നെ കുത്തിപ്പൊക്കാന്ന് ഭയങ്കര പ്രശ്നങ്ങളും. അപ്പൊ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ആയിരുന്നു. അതിന് വലിയ റീച്ചും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കൊറോണ ടൈമിലാണ് നമ്മളിങ്ങനെ ഒരു ചാനൽ ഉണ്ടാക്കി. ഓക്കെ, ജസ്റ്റ് കുറച്ച് ഫുഡ് വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്തുകൊണ്ട് ഒരു ചാനൽ. അപ്പോൾ അതുപോലെ തന്നെ പഴയ ടിക്ടോക്കൊക്കെ അപ്പോൾ ഒക്കെ ഡിലീറ്റ് ചെയ്തിരുന്നല്ല അതും അതൊക്കെ മുക്കിയിട്ട് ഒരു സാധനം ഉണ്ടാക്കി. അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്ത്. ഫുഡ് ഫൺ ഖാൻ ജസ്റ്റ് റാൻഡം ആയിട്ട് പേരിട്ടതാണ്. അന്ന് വൈഫും പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ജസ്റ്റ് ഒരു ചാനൽ പേരിട്ട് ഫുഡ് ഫൺ. പിന്നെ ഒരു ഖാൻ ഉണ്ടല്ലോ, ഷാറുഖ് ഖാൻ്റെ പോലത്തെ നമ്മുടെ വാലിൽ തൂങ്ങി കിടക്കുന്ന ഒരു ഖാനുണ്ട്, മുജീബുദ്ദീൻ ഖാൻ. അങ്ങനെ ഫുഡ് ഫൺ ഖാൻ. അപ്പോൾ ഫുഡിൽ ഓടി കോമൺ ആയിരുന്നു. അപ്പോൾ യു ആക്കി മാറ്റി ഫുഡ് ഫൺ, പിന്നെ ഒരു എനിക്ക് തോന്നുന്നു ഒരു 90% ആൾക്കാർക്ക് ഫുഡ് ഫൺ ഖാനാണ്. പക്ഷെ എന്താ ശരിക്കുള്ള പ്രൊഫഷൻ എന്ന് അറിയണ്ടാവില്ല. അപ്പൊ അതിനെ പറ്റിയിട്ട് ഒന്ന് പറയും, എന്താണ് പ്രൊഫഷൻ? ഞാൻ ആക്ച്വലി കോളേജിൽ ഇവിടെ മിനിസ്ട്രി കോളേജിലാണ് വർക്ക് ചെയ്യുന്നത്, യൂട്ടാസിൽ. അവിടെ ലെക്ചറായിട്ട് വർക്ക് ചെയ്യാണ്, കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെന്റിൽ. അതുപോലെ ടുട്ടു, നിങ്ങളെ എല്ലാരും ടുട്ടു സുരാജ് ആണ് ഇൻസ്റ്റയില് വരുന്നത്. നിങ്ങളെ ഫുൾ നെയിം എന്താണ്? സൂരജ് PH. ടുട്ടു നിക് നെയിം ആണ്. അപ്പൊ അതോടുകൂടി ചേർത്തിട്ടാണ് ഇൻസ്റ്റയില് ഇതാക്കിയത്. നിങ്ങളെ പ്രൊഫഷൻ എന്താ? ഞാൻ ഇവിടെ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ പർച്ചേസിൽ വർക്ക് ചെയ്യും. ഓക്കെ. അപ്പൊ നിങ്ങൾ ഒരുമിച്ചാണോ ഇതിലേക്ക് വന്നത്, അല്ലെങ്കിൽ പിന്നെയാണോ? മുജിബായി ആണ് ചാനൽ തുടങ്ങിയത്. ഞാൻ തിന്നാൻ കൂടിയതാ, വീഡിയോയിൽ വന്നു. ഇനി പാട്ട് വായിച്ചാലും ആദ്യം അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വ്ളോഗിന്റെ ഫ്രണ്ടില് ഞാൻ വോയിസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ. അപ്പൊ ആദ്യം വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോൾ വെറുതെ ഇതിങ്ങനെ എടുത്ത് ഇങ്ങനെ വേറെ ആരെങ്കിലും ആയിരിക്കും ഫ്രണ്ടിൽ അഭിനയിക്കുന്നത്, നമ്മൾ ജസ്റ്റ് വോയിസ് ഓവർ മാത്രം കൊടുത്ത് ഇങ്ങനെ പോകണ്ടായിരുന്നതാണ്. പിന്നെ ഫ്രണ്ടിലോട്ട് വന്നു. അപ്പൊ ആദ്യം ഇവരുടെ മുഖമായിരുന്നു ഉണ്ടായിരുന്നത്, പുള്ളിക്കാരൻ്റെയും വൈഫിൻ്റെയും മുഖമായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. പിന്നെ അതിൻ്റെ ഇടയിൽ നമുക്ക് പിന്നെ കമന്റ് വരുമായിരുന്നു, നിങ്ങളുടെ സൗണ്ട് അല്ലാണ്ട് നിങ്ങൾ മുഖം ഒന്ന് കാണിക്കുമോ എന്നുള്ളത്. അങ്ങനെ നമ്മളൊരു ഇൻസ്പിറേഷൻ വഴി ഇങ്ങനെ മുമ്പിലോട്ട് വന്നു. അതിനുശേഷം പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഫേസ് ഞങ്ങളിങ്ങനെ രണ്ടുപേരും കൊളാബറേറ്റ് ചെയ്തിട്ട് തന്നെ ചെയ്യുന്നത്. ഫസ്റ്റ് വീഡിയോ ഏതായിരുന്നു എന്നുള്ള ഒരു ഓർമ്മ ഉണ്ടോ? ഫസ്റ്റ് വൈറലായിട്ടുള്ള വീഡിയോ ഹവാസിലത്തെ വീഡിയോ ആയിരുന്നു. ഫസ്റ്റ് ചെയ്ത വീഡിയോ നിസാർക്കാസ് അടുക്കളയിലെ നിസാർക്കാസ് അടുക്കളയിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഹവാസിന്റെ വീഡിയോ, നിസാർക്കാസ് വീഡിയോ അടുക്കളയും നന്നായിട്ട് ഒരു വൈറലായ ഒരു വീഡിയോ ആയിരുന്നു. രണ്ടാമത്തെ വീഡിയോ ഹവാസ് വന്നപ്പോഴാണ് ആൾക്കാരൊന്ന് എന്താണ് ഏതാണ് ഒരു ഹവാസിന്റെ വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് അല്ല, ഒരു അരമണിക്കൂർ 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്കൊരു കോൾ വന്നു. അപ്പോൾ നീ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടോ. ഞാൻ വിചാരിച്ചു ആകെ സീനായിട്ടുണ്ടാവും എന്ന് വിചാരിച്ചു. അന്നേരമാണ് പറഞ്ഞത് അടാ നല്ല വൈറലായിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. പിന്നെ ഇത് തന്നെയാണ് ജോണർ എന്ന് മനസ്സിലായി. പിന്നെ ഇതിലേക്ക് തന്നെ കണ്ടിന്യൂ ചെയ്തു. പിന്നെ അഭിനയം നിർത്തി, അല്ലെങ്കിൽ നാട്ടുകാർ നിർത്തിച്ചാണ് അങ്ങനെ. അപ്പോൾ നിങ്ങളെ ഫസ്റ്റ് ഇൻകം ഇതിന്റെ ഫസ്റ്റ് ഇൻകം എന്ന് പറയുന്നത് ഇൻകം ആയിട്ട് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടൊന്നുമില്ല. നമ്മൾ എപ്പോഴുും ഫ്രീ വീഡിയോസ് ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം അന്ന് നമ്മൾ ആരും അറിഞ്ഞുകൂടാ, നമ്മൾ പോവുക, കഴിക്കുക, കാശ് കൊടുക്കുക, വീഡിയോ ഇടുക, അങ്ങനെ ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ കറക്റ്റായിട്ട് നമ്മളൊരു ഫ്രൈഡ് ചിക്കൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഫ്രൈഡ് ചിക്കൻ്റെ വീഡിയോ ചെയ്തതിനു ശേഷം അവിടെ ഭയങ്കര ഹൈപ്പായി, ആൾക്കാർ വന്നു തുടങ്ങി. അപ്പോൾ അവിടെയാണ് പറഞ്ഞത് നിങ്ങൾ ജസ്റ്റ് പേയ്മെന്റ് ആയിട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്തോടെ എന്ന് ചോദിച്ചു. പിന്നെയാണ് നമ്മൾ അവിടെ നിന്ന് തുടങ്ങിയത്. പിന്നെ തിരിഞ്ഞു നോക്കണം വന്നിട്ടില്ല. അൽഹംദുലില്ലാഹ്. ആ സമയത്ത് എന്തെങ്കിലും ഒരു ഫൺ എന്തെങ്കിലും ഓർമ്മ ഉണ്ടോ ഇങ്ങനെ തുടങ്ങുമ്പോ ഉള്ളത്? പല കടകളും തപ്പി പിടിക്കാൻ വേണ്ടി പോവാറുണ്ട്. രാത്രി നമ്മൾ പോവാറുണ്ട്. കാരണം അന്ന് നമുക്ക് എത്രയും കട അവൈലബിലിറ്റി അല്ലായിരുന്നു ഇവിടെ. ഒമാൻ്റെ എത്രയും കടകളൊന്നും ഉണ്ടായിരുന്നില്ല.
പക്ഷെ നല്ല ടിപ്പിക്കൽ സ്പോട്ട് ഉണ്ടായിരുന്നു, പണ്ട് കാലം തൊട്ട് നല്ല ഫുഡ് തരുന്ന സ്പോട്ടുകൾ. അത് എവിടേക്കാണെന്ന് അറിഞ്ഞ് തപ്പി പിടിച്ച് പോവാ. ഇത് തന്നെയായിരുന്നു 3 ദിവസത്തെ പണി. വ്യാഴം വെള്ളി ശനി ഇത് തന്നെയായിരുന്നു. നല്ല സ്പോട്ടുകൾ ഐഡന്റിഫൈ ചെയ്തിട്ട് പോവാ, കാശ് കൊടുക്കുക, കഴിക്കുക, റിവ്യൂ ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞ കയറി വന്നത് അല്ലേ. പിന്നെ ഇതുപോലെ തന്നെ ഒരു ഷവർമ കടയിൽ വീഡിയോ ചെയ്തിട്ട് വൈറലായിട്ടായിരുന്നു. വൈറലായതിനു ശേഷം കുറേ നല്ല റിവ്യൂസ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസം ഇവരാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ആ കടയിലോട്ട് പോയത്. അപ്പം അന്നേരം ആ വീഡിയോയിൽ ഇവൻ്റെ ഫേസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഇവനെ ഐഡന്റിഫൈ ചെയ്തിട്ട് ആള് പിടിച്ചിരുത്തി കുറെ ഫ്രീ ഫുഡൊക്കെ അങ്ങനെ കഴിച്ചു. പലപ്പോഴും എനിക്ക് ഇവിടുത്തെ ആ ഒരു ഇത് ഫീൽ ചെയ്യാൻ പറ്റാറ്. ആൾക്കാർ അറിയുന്നതും എന്തെങ്കിലുമൊക്കെ കിട്ടുന്നത് എനിക്കാ. കാരണം പുള്ളി ബ്രേ കിടക്കല്ലേ. വ്യാഴം വെള്ളി ശനിയാണ് നമ്മുടെ ഒരു ഷൂട്ടിംഗ് ടൈം അവേഴ്സ് എന്ന് പറയുന്നത്. ഇബ്രയിൽ ട്രാവൽ ചെയ്ത് വരും. ഇവർക്കൊരു സ്റ്റേ ഉള്ള കാരണം നമ്മളിവിടെ അക്കോമഡേഷനൊക്കെ ഇട്ടിട്ടുണ്ട് വീട്ടിൽ തന്നെ. പിന്നെ വ്യാഴം വെള്ളി ശനി 3 ദിവസങ്ങൾ മാക്സിമം ഷൂട്ട് ആണോ? ഇങ്ങനെ നിങ്ങൾ ഓടി നടന്ന് ഷൂട്ട് ചെയ്യുമ്പോൾ നിങ്ങളെ പ്രൊഫഷനെ ബാധിക്കാറുണ്ടോ? അത് അങ്ങനെ പ്രൊഫഷനെ ബാധിച്ചിട്ടൊന്നുമില്ല ഇതുവരെ. അത് കളഞ്ഞിട്ട് നമ്മൾ ഇതിന് ഇറങ്ങാറില്ല. അതാണ് മെയിൻ. എപ്പോഴും അരിയാണല്ലോ, അരിയാണ് ആദ്യം. അതിന്റെ പ്രിഫറൻസ് കഴിഞ്ഞിട്ടേ ഉള്ളൂ വേറെന്തോ. പിന്നെ നിങ്ങൾ എന്തൊക്കെ ചലഞ്ചസ് ഫേസ് ചെയ്തിട്ട് ഇപ്പൊ ഈ ഒരു നിലയിലെത്തിയും ഇഷ്ടംപോലെ ചലഞ്ചസും അതിൻ്റെതായ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് അത്ര ഒരു ഹാർഡായിട്ട് തോന്നിയത് അത് നിങ്ങൾ? മെയിൻ ക്രിറ്റിസിസമാണ്. ക്രിറ്റിസിസം പലരിൽ പല ടൈപ്പിലും നമുക്ക് വരാറുണ്ട്. പോസിറ്റീവായിട്ടുള്ള നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കും, പോസിറ്റീവ് അല്ലാത്തത് നമ്മൾ മാക്സിമം തടയാൻ ശ്രമിക്കാറുണ്ട്. പക്ഷെ ഞാൻ പെട്ടെന്ന് ഈഗോ ഹേർട്ട് ആവുന്ന ഒരു പേഴ്സണാണ്. അപ്പോൾ അത് ഞാനത് ഭയങ്കര പേഴ്സണലായിട്ട് ആദ്യം എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇവനൊക്കെയാണ് അതൊന്ന് തിരുത്തി തന്നത്. അങ്ങനെയല്ല, ഇങ്ങനെ ഉള്ള പരിപാടി ചെയ്യുമ്പോൾ നമ്മളത് മാങ്ങയുള്ള മാവിൽ കല്ലേറുണ്ടാവും. അതനുസരിച്ച് മാവൊന്ന് അലഞ്ഞു കൊടുത്താൽ മതി. അല്ലാണ്ട് ഞാൻ വലുതാന്ന് പറഞ്ഞ് നിന്നിട്ട് കാര്യമില്ല. നമ്മളും ചീത്തപ്പേര് ലൈറ്റായിട്ട് വിടാം. നമ്മളെ ബാധിക്കുന്നില്ല ഇതൊന്നും. മനസ്സിലായി നമ്മളെന്താന്നുള്ളത് നമുക്കറിയാം. അത്രയേ ഉള്ളൂ. പിന്നെ ഭയങ്കരമായിട്ട് ജെന്യൂനായിട്ട് ചെയ്തിട്ടുള്ള ഒരു സംഭവത്തിന് മാക്സിമം നമ്മളെല്ലാം ജെന്യൂനായിട്ട് എപ്പോഴും കീപ്പ് ചെയ്യാൻ ശ്രമിക്കണം. ആ ജെന്യൂനായിട്ട് ചെയ്തതിന് നിങ്ങൾ കാശ് വാങ്ങിച്ചിട്ടല്ലേ ചെയ്തേ എന്നുള്ളൊരു ഇത് കേൾക്കണ സമയത്ത് ആക്ച്വലി ദർ ഇസ് എ കോസ്റ്റ് ഫോർ എവറിത്തിങ്. എല്ലാത്തിനും ഒരു കോസ്റ്റ് ഉണ്ട്. ഒരു വ്ളോഗ് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ക്യാമറയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരിന് പജാസിന് പറഞ്ഞാൽ എനിക്ക് പറഞ്ഞാൽ മനസ്സിലാവും. പിന്നെ അതിൽ നമുക്ക് വേറെ ആർട്ടിസ്റ്റിനെ കൊണ്ടുവരണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അവരുടെ കൊളാബറേഷൻ ഉള്ളത് നമ്മൾ നോക്കണം. പിന്നെ അതിൽ ഒരു എഡിറ്ററിൻ്റെ പണി എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയൊരു സംഭവമാണ്. ലൈക്ക് മ്യൂസിക് അതിൻ്റെ ഉള്ളിലായിട്ട് ആഡ് ചെയ്യണം. ഇപ്പോൾ അങ്ങനെ ഇപ്പോൾ കാരണം നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ അധികം വീഡിയോസ് എല്ലാവരും കാണുന്ന ആൾക്കാരാണ്. അപ്പോൾ അതിൽ ഏറ്റവും എക്സലായിട്ടുള്ളൊരു വീഡിയോ നമ്മൾ പുറത്ത് കൊണ്ടുവരാൻ നോക്കുമ്പോൾ ഇറ്റ്സ് എ കോസ്റ്റ്. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവങ്ങൾ അതിൻ്റെ ഉള്ളിൽ ഫാക്ടേഴ്സായിട്ട് വരുന്നുണ്ട്. പിന്നെ നമ്മൾ എപ്പോഴും മാക്സിമം നല്ല രീതിക്കുള്ളൊരു റിവ്യൂ ആണ് കൊടുക്കുക. ഫേക്ക് ആയിട്ട് നമ്മൾ ഓണസ്റ്റ് ആയിട്ട് പറയാം. ലൈക്ക് ഇഫ് ദ ഡിഷ് ഈസ് 70% നല്ല, നമുക്ക് എല്ലാവരും 3 പേരാണ് ഞങ്ങൾ പോയി ഭക്ഷണം കഴിക്കുന്നത്, അതിൽ 70% 75% ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് നല്ല ഫുഡാണ്, നിങ്ങൾക്ക് ഒന്ന് കഴിക്കാം. മസ്റ്റ് ട്രൈക്ക് എന്ന് പറയുമ്പോൾ നമ്മളൊരു 90% ഒക്കെ നമ്മൾ, പക്ഷേ അതിൽ നമ്മൾ ഒരു മാനദണ്ഡം അങ്ങനത്തെ ഒന്നും ഇല്ല എന്ന് വെച്ചാൽ ലൈക്ക് ടേസ്റ്റ് വൈസ് നമുക്ക് രണ്ടുപേർക്ക് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ ഞങ്ങളത് പറയും. എന്നാൽ മാക്സിമം ജെന്യൂൻ ആയിട്ടാണ് ചെയ്യുക. അപ്പം അതിൽ വെള്ളം ചേർത്തിട്ട് ചെയ്യില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിശ്വസിച്ച് പോകുന്ന ഫോളോവേഴ്സ് ഇഷ്ടം പോലെ വരും. ഒരിക്കലും തെറ്റായിട്ട് പറയാറില്ല. ചെയ്യാണ്ടിരിക്കാറുണ്ട്, നമ്മൾ ചെയ്യാണ്ടിരിക്കാറുണ്ട്, കാണിക്കാണ്ടിരിക്കാറുണ്ട്. പക്ഷെ ഫുഡിൽ ഇതുവരെയായിട്ട് നമുക്ക് ഇഷ്ടപ്പെടാണ്ട് നമ്മൾ ഇഷ്ടപ്പെട്ടു എന്ന് പറയാറില്ല. കാരണം ആ ഒരു വിശ്വാസം നമ്മുടെ അടുത്തുണ്ട്. ആൾക്കാർക്ക് അത് കളയാൻ കീപ്പ് ചെയ്യാന്നുള്ള ബാക്കിയുള്ള പ്രൊമോഷൻ കാര്യങ്ങളൊന്നും പറയുന്നത് പോലെ എനർജിയൊക്കെ ഇത് ചെയ്യുന്നുണ്ടോ? ഒരു എനർജി ഇങ്ങനെ ബൂസ്റ്റ് പോസിറ്റീവായിട്ട് ഭയങ്കരമായിട്ട് നല്ലൊരു ഇതൊരു ടീം വർക്കാണ് എന്ന് പറയുന്നത്. ഇതൊരു ഫുഡ് ഫൺ ഖാൻ എന്ന് പറഞ്ഞിട്ടൊരു വ്യക്തിയല്ല. നമ്മൾ ഫ്രണ്ടിലുണ്ടെന്നാൽ ഇതൊരു, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇതൊരു ടീം വർക്കാണ് ആക്ച്വലി. ഇപ്പോൾ എൻ്റെ ലെഫ്റ്റ് നിൽക്കാൻ ഒരാളുണ്ട്, റൈറ്റ് നിൽക്കാൻ പുള്ളിയുടെ വൈഫുണ്ട്, എല്ലാവരും ഉണ്ട്. പിന്നെ ഇതിൽ ഇപ്പോൾ എഡിറ്റിങ്ങിൻ്റെ ഒരു ടീമുണ്ട്. ഞാൻ പറഞ്ഞത് നിങ്ങളെല്ലാം എഡിറ്റിങ്ങിൻ്റെ ടീമിൻ്റെ ഭാഗം. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഇവിടെ കിട്ടാവുന്നതിൽ ബെസ്റ്റ് ക്യാമറമാനെ വെച്ചിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യാറ്. പിന്നെ ക്യാമറേൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന വേറൊരു വ്യക്തിയുണ്ട്, ലൈക്ക് പ്രീതി ഉണ്ട് ഞങ്ങളുടെ കൂടെ. ഒരു ഓഫ് സ്ക്രീൻ കെമിസ്ട്രിയാണ്, ബാക്കിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ നമുക്ക് ആക്ച്വലി എല്ലാം പ്ലാൻ ചെയ്ത് പ്ലോട്ട് ചെയ്തിട്ടാണ് ഈ 3 ദിവസങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, വ്യാഴം വെള്ളി ശനി. അപ്പോൾ അന്നേരം ആ ഒരു പ്ലാനിങ്ങും പ്ലോട്ടിങ്ങും ഇപ്പോൾ ഇംഗ്ലീഷ് സ്ക്രിപ്റ്റ് നമുക്ക് വർക്കൗട്ട് ചെയ്യേണ്ടി വരും. അന്നേരം നമ്മൾ ഇവരൊക്കെ സഹായങ്ങൾ വാങ്ങിക്കും. അപ്പോൾ നമുക്ക് കുറേ ബാക്ക് ബോൺസ് ഉണ്ട്, ഞങ്ങൾക്ക് കുറേ റെഡ് ബുൾസ് ഉണ്ട്. കാരണം ഞങ്ങൾക്ക് മുമ്പിലോട്ട് കൊണ്ടുപോകാൻ ഇതിനൊക്കെ പ്ലാൻ ചെയ്യുന്നതും സാധനം എടുത്തോണ്ട് പോകാൻ വരെ നമുക്ക് ആളുണ്ട്. അപ്പോൾ അങ്ങനെ ഒരാളുടെ പ്രീതി ഉണ്ട്, സാമ്യ ഉണ്ട് എൻ്റെ ബാക്കിൽ. പിന്നെ ഇപ്പോൾ എഡിറ്റിംഗ് വർക്കിന് നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട്. പജാസ് ഉണ്ട്, സുൽത്താൻ ഉണ്ട്. ഞാൻ നെയിം ചെയ്തെന്ന് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് വിഷമം. സിയാദ് ഉണ്ട്, മനീഷ് ഉണ്ട്, ഷഹബാസ് ഉണ്ട്, അങ്ങനത്തെ ഒരു സജി ഉണ്ട്.
ഒക്കെ ബെസ്റ്റ് വർക്കേഴ്സിൻ്റെ ഒപ്പമാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഇവിടുത്തെ കിട്ടാവുന്നതിൽ ഏറ്റവും ബെസ്റ്റാണ് നമ്മൾ പിക്ക് ചെയ്യുന്നത്. അപ്പം അതിനുള്ള കാര്യങ്ങൾ വീഡിയോയുടെ ക്വാളിറ്റി നമുക്കൊരു നിർബന്ധമായിട്ടുള്ള എവിടെയും പണക്കാതെ മാക്സിമം ഇതിൽ നമ്മൾ ചെയ്യാൻ ശ്രമിക്കാം. ഇതൊരു ഒരു ആസ് എ ലൈക്ക് ഒരു ടീം പ്ലേ ആണത്. അല്ലാണ്ട് ഒരാൾക്ക് ഗോൾ അടിക്കാനോ അല്ലെങ്കിൽ ഒരാൾക്ക് വീഡിയോ വൈറലാക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ഒരു ബെസ്റ്റ് കൊളാബ് എക്സ്പീരിയൻസും അതുപോലെ ഒരു ബാഡ് കൊളാബ് എക്സ്പീരിയൻസ്. ബാഡ് കൊളാബ് എക്സ്പീരിയൻസ് പറയാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. കുറെ പേർക്ക് വിഷമമാവും, അതിൽ എന്റെയും തെറ്റുണ്ട്. അപ്പോൾ കാരണം ഒരു ടീമിന്റെ മാത്രം കുഴപ്പം കൊണ്ടല്ല ഒരു സാധനം പൊളിഞ്ഞു പോകുന്നത്. നമ്മുടെ ഭാഗത്തും തെറ്റുണ്ടാവും, അവരുടെ ഭാഗത്തും തെറ്റുണ്ടാവും, ഇല്ലേ? പിന്നെ അത് നമ്മൾ റിവീൽ ചെയ്യുന്നത് ശരിയല്ലല്ലോ. ബെസ്റ്റ് കൊളാബ് എക്സ്പീരിയൻസ് ഇപ്പോൾ നമ്മൾ അങ്ങനെ വലിയ കൊളാബ്സ് ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പോൾ ചെയ്തേക്കുന്നത് വക്കോട്ടീസിൻ്റെ ഒപ്പം ചെയ്തിട്ടുണ്ട്, അഫ്രാൻ്റെ ഒപ്പം ചെയ്തിട്ടുണ്ട്, ഷാനുവിൻ്റെ ഒപ്പം ചെയ്തിട്ടുണ്ട്. പിന്നെ അങ്ങനെ അത്രയേ ഉള്ളൂ നമ്മുടെ കൊളാബറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആക്ച്വലി പിന്നെ ഫാത്തിമയുടെ ഒപ്പം ചെയ്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മുടെ കൊളാബ് എക്സ്പീരിയൻസ്. ആക്ച്വലി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനുള്ളതൊക്കെ കൊമേഴ്ഷ്യൽ പർപ്പസ്, അത് വേറെ, അത് വേറെ കൊമേഴ്ഷ്യൽ പർപ്പസ് കൊളാബറേഷൻസ് വേറെ. പൊതുവെ എനിക്ക് തോന്നാറുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കെമിസ്ട്രീനെക്കാട്ടും കൂടുതൽ വേറെ കെമിസ്ട്രിയിലോട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ എനിക്ക് തോന്നിയിട്ടുണ്ട്. ലൈക്ക് വർക്കിംഗ് വിത്ത് അതേഴ്സ് ഈസ് ആൻ അൺകംഫർട്ടബിൾ തിങ് ഫോർ മീ. ഞാൻ ഭയങ്കര ഒരു പുറത്തേക്ക് നമ്മളെ എനർജിയിൽ ചാടി നിൽക്കണമെന്നല്ലാണ്ട്, പക്ഷെ ഞാനൊരു ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു ചട്ടക്കൂടിൻ്റെ ഉള്ളിൽ നിൽക്കുന്നത് എനിക്ക് അങ്ങനെ ഭയങ്കരമായിട്ടൊരു പ്രശ്നം. നിങ്ങൾ കാണുന്ന മുജീബായി അല്ല. അപ്പൊ എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതാണ് എൻ്റെ ബേസിക്കലി പ്രശ്നം. പക്ഷെ തൊട്ട് നേരെ ഓപ്പോസിറ്റ്, ഭയങ്കരമായിട്ട് ബന്ധങ്ങൾ കീപ്പ് ചെയ്യുന്നതും ഭയങ്കര ഒരു അറ്റാച്ച്മെൻ്റ് ഉള്ള ഒരു വ്യക്തിയാണ്. ഞാനിപ്പോൾ വീണയുടെ വിഷ്ണു ലോകം എന്ന് പറഞ്ഞ മാതിരി. പക്ഷെ എന്ന് വെച്ചാൽ എനിക്കുള്ളൊരു കൺഫൈൻഡ് സ്പേസിൽ നിന്നല്ലാണ്ട് എനിക്ക് ഭയങ്കര അൺകംഫർട്ടബിൾ തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൊളാബറേഷൻ്റെ കാര്യത്തിൽ ഭയങ്കര പുറകിലോട്ടാണ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഒരു വലിയൊരു പേഴ്സണായിട്ട് കൊളാബ്, അത് ഏതൊരു പേഴ്സണായിട്ട് കൊളാബ് ചെയ്യണം എന്നാണ് ഇനി പ്ലാൻ ഉള്ളത്? അതായത് ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ഇന്റർവ്യൂവിൽ അവരോട് ചോദിച്ചപ്പോൾ അവർ കാലിദ മേരി, അതേപോലെ തന്നെ സെലിബ്രിറ്റി ഐശ്വര്യ ലക്ഷ്മി അവരോടൊക്കെ ചെയ്യണം എന്നാണ് പറഞ്ഞത്. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്ലാൻസ് ഉണ്ടോ? ഓഫ് കോഴ്സ്, നമ്മളെക്കാളും വലിയൊരു ആൾക്കാരായിട്ട് നമുക്ക് കൊളാബറേഷന് ഒരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും നോ എന്ന് പറയില്ല. ആരാണെങ്കിലും പറയില്ല. ആരാണെങ്കിലും ഞാൻ പറയും, എനിക്ക് പറയാം. എനിക്ക് തോന്നിയിട്ടുള്ളത് ഫുഡ് ഇൻഡസ്ട്രിയിൽ ശരിക്കും പറഞ്ഞാൽ ഫുഡ് ഞാൻ കണ്ട് ഇംപ്രസ് ആയിട്ടുള്ള മാർക്ക് വീൻസ് എന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബർ ഉണ്ട്. പുള്ളിയുടെ വീഡിയോസ്, ഫുഡ് റേഞ്ചർ, മാർക്ക് വീൻസ്, ഇവരൊക്കെ മാർക്ക് വീൻസ് എന്നൊക്കെ പറയുമ്പോൾ എന്താ പറയുന്ന, ശരിക്കും നാട്ടിൽ എവിടെയും പോയി ആ ഫുഡ് കഴിക്കുന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്കും ഭയങ്കര ഒരു അവിടെ പോയി കഴിക്കാൻ തോന്നും. പുള്ളി കഴിക്കുന്നത് അഡോപ്റ്റ് ചെയ്യാൻ നമുക്കും തോന്നും. അപ്പം അങ്ങനെയുള്ള ആൾക്കാർ ഇപ്പോൾ മാർക്ക് വീൻസ് ആയിട്ട് ചെയ്യണമെന്നുണ്ട്. ഫിലിം നമ്മുടെ മേഖലയല്ല, ഫുഡാണ് നമ്മുടെ മെയിൻ മേഖല. എനിക്ക് കേരളത്തിൽ നിന്നാണെങ്കിൽ കേരള ഫുഡിന് ഭയങ്കര ഇഷ്ടമാണ്. കേരള ഫുഡിൻ്റെ വീഡിയോസ് ബാക്കിയുള്ളവർ എനിക്കിഷ്ടമാണ്. കേരള ഫുഡീസിൻ്റെ വീഡിയോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അതിലൊരു പുള്ളി ജോലി ഉപേക്ഷിച്ച് ഇതിലോട്ട് ഇറങ്ങി വന്നൊരു മനുഷ്യനാണ്. അപ്പോൾ ബാക്കിയുള്ളവരെയും കാട്ടും അത്രയും എഫേർട്ട് ഇട്ടിട്ടാണ് പുള്ളി വീഡിയോസ് ചെയ്യാറ്. കാണാൻ നല്ല ഭംഗിയാണ്, നല്ല രസമാണ് ആളുടെ വീഡിയോസ്, ആസ്തറ്റിക്കാണ്. ഫുഡ് ഉണ്ടാവും, ഫുഡിനെ പറ്റിയിട്ട് ചരിത്രത്തിനെ പറ്റി പറയും. പിന്നെ മരിച്ചുപോയ രാഹുലിൻ്റെ വീഡിയോസ്, ഈറ്റ് കൊച്ചി ഈറ്റിൻ്റെ വീഡിയോസ്, ആ രാഹുൽ പേഴ്സണലി ഞങ്ങൾക്ക് അറിയായിരുന്നു. അങ്ങനെ രാഹുലിൻ്റെ വീഡിയോസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം പുള്ളിക്ക് നല്ല നോളജ് ഉണ്ട് ഫുഡിനെ പറ്റിയിട്ട്. ഇനി നമുക്ക് അടുത്ത് തന്നെ പെട്ടെന്ന് തന്നെ ഫൺ സെഗ്മെന്റിലോട്ട് കിടക്കാം. അധികം നമുക്ക് വലിച്ചു നീട്ടണ്ട. അപ്പോൾ ഫസ്റ്റ് ഫൺ സെഗ്മെന്റ് പറയുമ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ എല്ലാവരോടും പറയുന്നതാണ്, ഈ ചാനൽ തുടങ്ങുന്നത് ആ ഒരു ഫൺ സെഗ്മെന്റിൽ നിന്നാണ്. ഒരു ഫിലിമിന്റെ അക്ഷരത്തിന്റെ പേര് പറഞ്ഞിട്ട് ഫിലിമിന്റെ പേര് പറയാന്നുള്ളത്. അപ്പൊ ഇവിടെ ഇപ്പൊ നമ്മൾ രണ്ടുപേരുണ്ട്. അപ്പൊ രണ്ടുപേർക്കും ഒരക്ഷരം വെച്ചിട്ട് തരും. ഏറ്റവും കൂടുതൽ സിനിമയുടെ പേര് ആര് പറയുന്നു അവരാണ് വിജയ്. ഞാൻ തോക്കും, ഞാൻ ജയിക്കുള്ളൂ. ഓക്കെ, 10 സെക്കൻഡ് ടൈം ഉണ്ടാ. 10 സെക്കൻഡിനുള്ളിൽ മാക്സിമം സിനിമ പേര്. ഇല്ല, ഒരാൾക്ക് ഒരു അക്ഷരം. എന്നാലും രണ്ടാൾക്ക് 2 ഡിഫറെന്റ് അക്ഷരം തരാം. ഫസ്റ്റ് ഒരാൾക്കായിരിക്കും, പിന്നെ അടുത്തൊരു വേറെ ഒരാൾക്ക് അങ്ങനെയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഫസ്റ്റ് തന്നെ മുജീബ് കാർത്ത്. മായ, മാമാങ്കം, മണിച്ചിത്തത്താഴ്, പിന്നെ എന്തു കളിയാ, മഞ്ചാടി കുരു, മഞ്ചാടി, പിന്നെ മൺചട്ടി, മീൻകറി, പിന്നെന്തു കളിയാ, മാവേജല. കാതൽ, കാതോട് കാതോരം, കാക്കക്കൊയില്, കള്ളൻ, കള്ളൻ കപ്പലിൽ തന്നെ, ജയിച്ചില്ല. ഞാൻ പറഞ്ഞില്ല, സിനിമ കൂടുതൽ കാണുന്നുണ്ടെന്ന് തോന്നുന്നു.
കണ്ട സിനിമ തന്നെ 100 വട്ടം കാണാം, അതാണ് അവന്റെ പ്രശ്നം. അത് മറ്റേ ഈ ആന്ധ്ര ഡബ് സാധനങ്ങളൊക്കെ ഇല്ല, അതൊക്കെ ഇരുന്ന് കണ്ടു കളിയാ. ഏറ്റവും ഇഷ്ടപ്പെട്ട ഫിലിം ഏതാ? ഏറ്റവും ഇഷ്ടപ്പെട്ട ജാനർ ഒക്കെ ഏതാ? എനിക്ക് ഫീൽ ഗുഡ് മൂവീസ് ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഫീൽ ഗുഡ് മൂവീസ് ആണ്. റീസെന്റ് ആയിട്ട് ഇപ്പൊ കണ്ട മൂവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിയേറ്ററിൽ പോയിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മളേതാ പോയി കണ്ട മറ്റേ തുടരും നല്ല മൂവിയായിരുന്നു. അവൻ ഒറ്റയ്ക്ക് പോയി കണ്ടളെ, എന്നെ വിളിച്ചില്ല. എന്നെ വിളിക്കാണ്ട് പോയി കണ്ട് കാണാൻ പറ്റിയില്ല. ഞാൻ ഇതായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നു തിയേറ്ററിലോ, ഇവന്റെ ഒപ്പം തന്നെ പോയി കണ്ട. എന്താ ഏതോ മരണമാസം. മരണമാസം. അത് മറ്റേ ആലപ്പുഴ ജിംഖാനക്ക് കൊച്ചുള്ളത് ടിക്കറ്റ് കിട്ടൂല, എന്നിട്ട് പിന്നെ അങ്ങനെ അവര് മാറ്റി തന്നത്. അവര് ബുക്ക് ചെയ്തപ്പോ പറഞ്ഞില്ലേ. അതെ, മുജീബിന്റെ ഫാമിലിയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ ഇടയ്ക്ക് ചില വീഡിയോസ് ഇതൊക്കെ കാണാറുണ്ട്. ഫാമിലി നീ എന്നല്ലോ റെക്കോർഡ് ഇന്റർവ്യൂ ചെയ്യുമ്പോ ചോദ്യം ചോദിക്കുന്നു.